ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചി ആ കാറ് കൊണ്ടുപോയി ബുള്ളറ്റിനിട്ട് ഒറ്റ ഇടിയാണ്. ഇടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അത് വേറെ എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കും. അത് ഉള്ള കാര്യമാണ്. ഏതായാലും വേറെ ആരുടെയും കാറല്ല, ബൈക്കല്ല, അത് അരുണിന്റെ ബൈക്കായിരുന്നു. എന്തോ നമ്മുടെ സച്ചിയുടെ കഷ്ടകാലത്തിന് ആ ബൈക്കിലാണ് കൊണ്ടുപോയിട്ട് ഇടിച്ചു കൊടുത്തത്. ഏതായാലും അരുൺ ഇങ്ങ് വന്നില്ല. താൻ എന്താണോ ഈ കാണിച്ചത്? തനിക്ക് അല്ലെങ്കിലും എന്നോട് വാശിയും വൈരാഗ്യവും അല്ലേ? അത് തീർത്തതല്ലേ താൻ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? ഞാൻ മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ആ ബൈക്കില്ലായിരുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ചത്തുപോയേനെ എന്നൊക്കെ പറഞ്ഞങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഇത് എന്താ സാറി പറയുന്നത്? ഒരിക്കലും സാറിനെ കൊല്ലാൻ നോക്കിയതൊന്നും അല്ല. ഞാനേ ബ്രേക്ക് പിടിച്ചിട്ട് എന്റെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. എന്താന്ന് അറിയത്തില്ല, എന്റെ വണ്ടിക്ക് തീരെ ബ്രേക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ചവിട്ടാൻ പറ്റിയില്ല എനിക്ക്. സാറിന്റെ വണ്ടി അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞൊന്നുമില്ല. ആരുടെ വണ്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ദേ നോണ പറയരുത്, വെറുതെ നോണ പറയരുത്. എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? ഞാൻ ഇത്രയും നേരം അവിടെ നിന്നതാ. നീ അത് കണ്ടിട്ട് എന്നെ കൊല്ലാൻ നോക്കി തന്നെയാ. ഞാൻ വധശ്രമത്തിന് കേസെടുക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, എന്റെ പൊന്ന് സാറ്, സാറിനെ കൊന്നിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. എനിക്ക് സാറിനോട് ഒരു വാശിയോ ഒരു വൈരാഗ്യമോ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ആ വണ്ടിയോടും എനിക്ക് വാശി വൈരാഗ്യമൊന്നുമില്ല. എന്താ സാറേ ഇത്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതാ സാറേ. ദേ താൻ എന്താടാ കളിക്കുന്നത്? താൻ എന്തോടാ പറയുന്നത്? താൻ ആരോടാടാ പറയുന്നത്? ഞാൻ ആരാന്നറിയാവോടാ? കാണിച്ചു തരാടാ എന്ന് പറഞ്ഞു. അപ്പം അപ്പുറം 2 കോൺസ്റ്റബിൾമാരുണ്ടായിരുന്നു. അപ്പൊ ആ കോൺസ്റ്റബിൾമാര് ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ. നമ്മുടെ അരുൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാന് പറഞ്ഞില്ലേ എന്നോട് വാശി വൈരാഗ്യമുള്ള ഒരുത്തനെ കുറിച്ച്. അവൻ മനഃപൂർവ്വം എന്റെ വണ്ടിയിൽ കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്തു. അവന്റെ കാറ് കണ്ടില്ലേ? അവൻ എന്നെ കൊല്ലാൻ നോക്കിയതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ആ പോലീസുകാരോട് പറഞ്ഞു, എന്റെ പൊന്നു സാറുമാരെ, ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയതൊന്നുമല്ല. ഇയാളെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എനിക്ക് ഒന്നും കിട്ടാനില്ല. അറിയാതെ പറ്റിപ്പോയതാ. എന്റെ വണ്ടിക്ക് തീരെ ബ്രേക്കില്ല. ഞാൻ ചവിട്ടിയിട്ട് വണ്ടി കിട്ടിയതുമില്ല. അപ്പൊ നേരെ ഈ ബൈക്കിൽ ചെന്ന് ഇടിച്ചു. എന്റെ കാറിന് അറിയില്ലല്ലോ ഇതേ ഈ അരുൺ സാറിന്റെ വണ്ടിയാണെന്ന്. അതാ പറ്റിപ്പോയത്. കാറിന് അറിയുമായിരുന്നെങ്കിൽ ആ കാർ അതും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് വാസ്തവം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ നീ ന്യായീകരിക്കുകയാണല്ലേ ഓരോന്ന് ചെയ്തു വെച്ചിട്ട്. നിന്നെ ഞാൻ ഇന്നെന്നും പറഞ്ഞുകൊണ്ട് കോളറിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരൊറ്റ വലിച്ചു കേട്ടോ അരുണ്. അപ്പോഴത്തേക്കും അവിടെ 2 കോൺസ്റ്റബിൾമാരുണ്ടായിരുന്നല്ലോ. അതിൽ ഒരാള് നമ്മുടെ അരുണിനെ പിടിച്ചിട്ട്, സാറേ ഇപ്പൊ തന്നെ സാറിന് വിടാം, സാറിന് വന്നേ, സാറിനോട് ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് പതുക്കെ ആ അരുണിനെ മാറ്റി വിളിച്ചോണ്ട് പോയി സംസാരിക്കുകയാണ്. അരുൺ സാറെ പെട്ടെന്ന് കേസ് എടുത്താലേ SI സാറ് ഇടപെട്ട് കേസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കണ്ടതല്ലേ സാറേ? അതുകൊണ്ട് പെട്ടെന്ന് കേസ് എടുക്കണ്ട. പെട്ടെന്ന് കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകും. അതിനുള്ള പഴുത് നമ്മൾ വെറുതെ എന്തിനാ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, SI സാറിനെ നമുക്ക് പോയി പറഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് കേസെടുക്കാം. ഇന്ന് വേണ്ട, ഇന്ന് ഇയാൾ പോട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വീഡിയോ ഒക്കെ പിടിച്ചു. മാത്രമല്ല ആ പോലീസുകാരിങ്ങനെ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ പിടിച്ചു. അപ്പോഴത്തേക്കും അരുൺ വന്നിട്ട്, നീ എന്താണ് വീഡിയോ പിടിക്കുന്നത്? ഇങ്ങ് തന്നേടാ, ആ ഫോൺ ഇങ്ങ് തന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു സാറേ, സാറിനൊരു പോറലോ വണ്ടിക്കൊരു പോറലോ പോലും ഇല്ല. അത് തെളിയിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇവന്റെ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കുക. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചച്ചു പറഞ്ഞു, അതെ വണ്ടി എടുക്കരുത് കേട്ടോ, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. അയ്യോ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ഇത് നോണ പറയരുത്, ഇവൻ ചുമ്മാ പറയുന്നതാ. വണ്ടി എടുക്കണോ? അവൻ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചിട്ട് വണ്ടി എടുക്കരുതെന്ന്. അതെ നീയേ SI സാറിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് വാ. നാളെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിപ്പിക്കാം. നീ ജയിലിൽ പോവും. SI സാർ ആ തീരുമാനം തന്നെ എടുക്കും. നീ ഒരു പോലീസുകാരനെ കൊല്ലാൻ നോക്കിയത്. ഓഹോ, അപ്പം സാറ് കരുതിക്കുട്ടി പ്രതികാരം ചെയ്യാണോ? അതേടാ, പ്രതികാരം ചെയ്യാണെന്ന് നീ അങ്ങ് കരുതിക്കോ. പ്രതികാരം ചെയ്യുകയാണെങ്കിലേ സാറ് കുറെ പാടുപെടും. ഞാൻ പാടുപെട്ടോളാം. ദേ മര്യാദക്ക് മാറിപ്പോക്കോ. നിന്റെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദേ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ ഫോണില്ലേ, ഫോണ് അരുണിന്റെ കയ്യിലാണ്. ഫോൺ പിടിച്ചു മേടിച്ചിട്ട് ഫോൺ കൊടുത്തില്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്റെ ഫോൺ തന്നിട്ട് പോകാൻ പറയുന്നുണ്ട്. എവിടെ നിന്ന് ഫോൺ തന്നിട്ട് പോകുന്നൊന്നുമില്ല, കൊടുത്തിട്ടല്ല പോകുന്നത്. ഈ സമയത്ത് ബൈക്ക് എടുത്തുകൊണ്ട് നമ്മുടെ അരുണ് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പൊ സച്ചി ആവുന്നത് പറഞ്ഞ് എന്റെ ഫോണ് തന്നിട്ട് പോകാന്. ഈ സമയത്ത് അവിടെ കിടന്ന് വണ്ടി ഉണ്ടല്ലോ, സച്ചിയുടെ വണ്ടിയും എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ.
ഒരു പോലീസുകാരെ എടുത്തോണ്ട് പോകുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട് സാറേ അതിന് ബ്രേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമാക്കുന്നില്ല. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ടുപോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഏതായാലും എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ സച്ചി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം, അവിടെ ചെന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാട്ടോ ചെയ്യുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആന്റണിയുടെ ഗുണ്ടകൾ രണ്ടുപേരുണ്ടായിരുന്നല്ലോ, അവന്മാര് അക്കിടി പറ്റി നിൽക്കുകയാണ്. കാരണം നമ്മുടെ സച്ചിനെ കൊല്ലാൻ നോക്കിയതല്ലേ. ഏതായാലും ഇവന്മാര് നേരെ ആന്റണീനെ വിളിച്ചു. ആന്റണി ചോദിച്ചു, അല്ല അവൻ തീർന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ തീർന്നൊന്നുമില്ല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല നടന്നത്. അവന് വണ്ടി സ്ലോ ചെയ്ത് എന്തോ ഒരു ബൈക്കിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചു. എന്താണെന്നറിയത്തില്ല. അയാളുമായിട്ട് സച്ചിക്ക് എന്തോ ഒരു ശത്രുതയുണ്ട് ആ വണ്ടിയുടെ ഓണറുമായിട്ട്. ആ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് പോലീസാണ്. ഏതായാലും ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. മിക്കവാറും സച്ചി അകത്താകാൻ ചാൻസ് ഉണ്ട്. കാറും പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ രക്ഷപ്പെട്ടല്ലോ. ഏതായാലും അവന്റെ ഭാര്യയ്ക്ക് തൽക്കാലം ഈ ശിക്ഷ മതി, ബാക്കി ശിക്ഷ നമുക്ക് പിന്നെ കൊടുക്കാന്ന് ആന്റണി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ആന്റണിക്ക് ചെറിയൊരു തൽക്കാല ആശ്വാസം, അല്ലാതെ എന്താ പറയാ. ഈ സമയത്ത് നമ്മുടെ പാവം സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. തലങ്ങനും വിലങ്ങനും ഒക്കെ നടക്കുക. വണ്ടി പോയി കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ സച്ചിക്ക് വണ്ടി ഉയിരാണ്, വണ്ടിപ്പാസമാണ് ഉള്ളത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയാനും ഒന്നുമില്ല. സച്ചി അവിടെ തന്നെ കിടക്കും, പോലീസ് സ്റ്റേഷനിൽ തന്നെ. അങ്ങനെ അവിടെ ഒരു കോൺസ്റ്റബിളിനോട് നമ്മുടെ സച്ചി പോയി, സാറേ എന്റെ ഫോണ് അരുൺ സാർ പിടിച്ചു വെച്ചിരിക്കുക, അതെനിക്ക് വേണം സാറേ എന്ന് പറഞ്ഞപ്പം, അങ്ങനെയൊന്നും എനിക്ക് തരാൻ പറ്റത്തൊന്നുമില്ല. നീ പോകാൻ നോക്ക്, അരുൺ സാർ മേടിച്ചാണ് അരുൺ സാർ തരും. അത് പിന്നെ ഇതൊക്കെ ന്യായമാണോ സാറേ എന്ന് ചോദിച്ചപ്പോ, നീ എന്നെ ന്യായം പഠിപ്പിക്കുകയാണോ? അയ്യോ, ന്യായം പഠിപ്പിച്ചൊന്നുമല്ല, എന്റെ കാറ് പിടിച്ചു വെച്ചു, ലൈസൻസ് റദ്ദാക്കുമെന്ന് പറയുന്നു, ഫോൺ പിടിച്ചു വെച്ചു. ഇതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ കാറിന്റെ ബ്രേക്ക് പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ ഫോണിൽ റിങ് വരികയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, സാറ് റിങ് എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, താൻ മാറി നിൽക്കും, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ എടുത്തു കേട്ടോ. ഫോൺ എടുത്തപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയതല്ലേ, വിശക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഇതെന്റെ സജ്ജയുടെ ഫോണല്ലേ, നിങ്ങളാരാ? ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചത്, നിങ്ങൾ എന്തിനാ ഫോൺ എടുത്തത്? ഓ, നിങ്ങള് ഇവന്റെ ഭാര്യയാണല്ലേ, ഞാന് രതീഷ് പോലീസ് ഓഫീസറാ. പോലീസ് ഓഫീസറോ? അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, സാറേ ആ ഫോൺ ഇങ്ങതാ, ഞാൻ സംസാരിക്കാന്ന്. അപ്പോഴത്തേക്കും ആ പോലീസുകാരൻ, മാറി നിൽക്കാനല്ലേടാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സച്ചി അല്ല രേവതി കേൾക്കണുണ്ട് കേട്ടോ. അപ്പം മറുവശത്ത് നിന്ന് നമ്മുടെ രേവതി, സച്ചേട്ട എന്ത് സച്ചേട്ട ഇത് നോക്കിയപ്പോഴത്തേക്കും, അതെ ഞാൻ സച്ചേട്ടനല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ രതീഷാണ്. അവൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവൻ ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. കാർ ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നോ? എന്ത് സാറേ പറയുന്നത്? എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല സാറേ, ഒന്ന് അദ്ദേഹത്തിന് ഫോൺ കൊടുക്കുവോ? തൽക്കാലം ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല, ഫോൺ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവൻ അകപ്പെട്ടിരിക്കുകയാണ്, ഇവനിപ്പോ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവനൊക്കെ നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു. നമ്മുടെ രേവതി ഹലോ എന്ന് വെക്കുന്നതല്ലാതെ അപ്പുറത്തുനിന്നൊരു എന്താ പറയാ ഒരു അനക്കവും ഇല്ല കേട്ടോ. ഫോൺ കട്ട് ചെയ്തു കേട്ടോ. രേവതി പേടിച്ചു പോയി, എന്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും, എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് മാറിപ്പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി പോലീസുകാരനോട് ചോദിച്ചു, എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവർക്ക് ടെൻഷനായി കാണൂലേ? കുറച്ച് ടെൻഷൻ ആകട്ടേന്നേ, കുറച്ചേറെ ടെൻഷൻ ആകട്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അരുൺ എത്തി കേട്ടോ. അരുണിന്റെ കൂടെ ഒരു പോലീസുകാരനും വന്നു കേട്ടോ. എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അത് പിന്നെ എന്റെ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, എന്റെ ഫോണും പിടിച്ചു വെച്ചേക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ഒരു പോലീസുകാരനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ശിക്ഷാർഹമല്ലേ? ആരെയാണെങ്കിലും ശിക്ഷാർഹമല്ലേ എന്ന് ചോദിച്ചപ്പോ, ഒരിക്കലും ഞാൻ അപകടപ്പെടുത്താൻ നോക്കിയതല്ല സാറേ, ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ പറഞ്ഞല്ലോ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാണ്ട് പോയി, അതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താണെങ്കിലും അത് നമുക്ക് തെളിയിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇവിടെ SI സാർ ഇല്ല, SI സാർ ഉള്ളപ്പം വാ, SI സാർ ഉള്ളപ്പം വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് സച്ചി നീ ഇപ്പൊ പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ ഫോണിലുണ്ടല്ലോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് ആ പോലീസുകാരൻ വേറൊരു പോലീസുകാരനോട് ചോദിച്ചു. അവിടെ ഇരുന്ന് നമ്മുടെ സച്ചിയുടെ ഫോൺ പിടിച്ചോണ്ടിരുന്ന പോലീസുകാരനോട് ചോദിച്ചു. രേവതി ഇപ്പം വിളിച്ചില്ല ആ പോലീസുകാരനോട്, രതീഷിനോട്. അപ്പോഴത്തേക്കും രതീഷ് പറഞ്ഞു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു സാറെന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അത് സച്ചിക്ക് അങ്ങ് കൊടുത്തേരെ, അവനങ്ങ് കൊടുത്തേരെ, അവൻ ആ ഫോണുമായിട്ട് പോട്ടെ എന്നിങ്ങനെ പറയാം.
ഫോൺ സച്ച് മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു പൊക്കോ പൊക്കോ, ഇനിയിപ്പം ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നാളെ SI സാർ വരുമ്പോ വരാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അരുൺ വന്നിട്ട് അരുൺ പറഞ്ഞു, ദേ എനിക്ക് പറ്റിയ അവസരമാടാ, ഈ അവസരത്തിനാടാ ഞാൻ കാത്തിരുന്നത്. ഇത്രയും നാൾ ഞാൻ നിന്നെ വെറുതെ വിട്ട് തെറ്റായിപ്പോയി. നീ എന്നെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടണോ? ഇനി ഞാൻ വെറുതെ വിട്ടു കഴിഞ്ഞാലേ ഈ അരുൺ ആരായി? പണ്ടേ നിന്നെ SI സാറ് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഒരു പോലീസുകാരനെ അപകടപ്പെടുത്താൻ നോക്കിയില്ലേ? അതായിരിക്കും ഇനി നിന്റെ പ്രധാന കേസ്. നിന്റെ കാറിനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നീ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി കോടതിയിലും കയറി ഇറങ്ങി മടുക്കൂടാ. നിന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യും. നീ ഇനി വണ്ടി എടുത്തോണ്ട് ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് എനിക്കൊന്ന് കാണണം. പിന്നെ നിനക്ക് ഇനിയിപ്പോ ഡ്രൈവർ പണി ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പൊ നീ ഒരു കാര്യം ചെയ്യ, വേറെ വല്ല ചുമട്ട് പണിക്കോ മേസ്തിരി പണിക്കോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കോ എന്ത് വേണേലും ചെയ്തോടാ. ആ ജോലിയെടാ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം, സാറേ യൂണിഫോമിന്റെ ബലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലേ ഇതിൽ സത്യമുണ്ട് സാറേ. ഒടുവിൽ ജയിക്കുന്നത് സത്യമാണോ, നീതി കിട്ടുന്നത് സത്യത്തിനാണോ എന്നൊക്കെ നമുക്ക് നോക്കാം സാറേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അരുണാണെങ്കിലും ഒന്ന് പോകാൻ നോക്കടാ പയ്യാന്ന് പറയ ആ ഒരു രീതിയിൽ ഇങ്ങനെ വെറും പുച്ഛഭാവത്തോടു കൂടി നമ്മുടെ സച്ചിനെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സച്ചി അങ്ങ് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്തു? അരുൺ അങ്ങ് പോലീസ് സ്റ്റേഷനകത്തേക്കും കയറിപ്പോയി. ആകെപ്പാടെ പെട്ട ഒരവസ്ഥയായി പോയിട്ടോ. സച്ചിക്ക് വണ്ടി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ ആണോ? സച്ചിയുടെ അന്നമല്ലേ അത്. സച്ചി ആ കുടുംബം നോക്കുന്നത് ആ വണ്ടി ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ ആർക്കാണെങ്കിലും സഹിക്കുവോ സ്വന്തം വണ്ടി ഒരു കാരണവും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുക എന്ന് പറഞ്ഞാല്? ഈ സമയത്ത് നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പൊ തന്നെ പാഞ്ഞു പഠിച്ച് വെപ്രാളത്തോടു കൂടി രേവതി വന്നപ്പോ സച്ചി ഭയങ്കര വിഷമത്തോടു കൂടി പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, സച്ചേട്ടാ എന്താ പറ്റിയത്? എന്താ സച്ചിയുടെ പ്രശ്നം? എന്താ ഉണ്ടായത്? പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, അല്ല സച്ചേട്ടനെ ഇത് പോലീസ് തന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു. എടി ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം സച്ചേട്ടാ. പിന്നെന്താ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലെ? അല്ല, എല്ലാം ആ പോലീസുകാരൻ കാരണമാ. അയാളെ എന്നോട് പക വീട്ടുവാ. അയാളുടെ ബൈക്കിൽ എന്റെ കാറെ അറിയാതെ പോയി ഇടിച്ചു. കിട്ടിയ അവസരം നോക്കിയിട്ട് അയാള് എന്നെ പെടുത്താൻ നോക്കുകയാണ്. എന്റെ വണ്ടി വിട്ടു തരില്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്യും, ജയിലിൽ പറഞ്ഞയക്കുന്നൊക്കെയാ പറയുന്നത്. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയായിരുന്നോ? അയാൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ബൈക്ക് ചെന്നിടിച്ചു. ബൈക്കിന് പോലും ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ജയിലിലൊന്നും പറഞ്ഞയക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല. അതിന് മാത്രം തെറ്റൊന്നും സച്ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ സച്ചേട്ടൻ ജയിലിൽ പോകുന്നത്? വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോന്ന് പറയുന്നതായിരിക്കും. എന്താ സച്ചേട്ടാ ഇത്? അതൊക്കെ വിട്. അതൊക്കെ ഓർത്ത് സച്ചേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കാതെ. അത് പിന്നെ സത്യം വേറെ ഒന്നല്ലേ. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. എന്നാലും ഈ എന്റെ വണ്ടി പിടിച്ചു വെച്ചേക്കല്ലേ. ഞാൻ ഇനി എന്ത് ചെയ്യും? നമ്മുടെ അന്നമല്ലേ ആ വണ്ടി. പിന്നെ ലൈസൻസ് കട്ട് ചെയ്യാനും വണ്ടി പിടിച്ചു വയ്ക്കാനൊക്കെ ഉള്ളൊരു ഇത് അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. ലൈസൻസ് കട്ട് ചെയ്യുന്നോ? അപ്പൊ എങ്ങനെ സച്ചേട്ടൻ വണ്ടി ഓടിക്കും? അതിന് മാത്രം വലിയ കുറ്റമൊന്നും സച്ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ സച്ചേട്ടാ. പിന്നെ എന്തിനാ ലൈസൻസ് കട്ട് ചെയ്യുന്നത്? കാറിന്റെ ബ്രേക്ക് പെട്ടെന്ന് തകരാറായി, അതാ പറ്റിയത്. ബ്രേക്ക് പോയെന്നോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് എത്ര ശ്രമിച്ചിട്ട് കാറ് നിർത്താനായിട്ടേ പറ്റണില്ലായിരുന്നു. ആൾക്കാരും വാഹനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നേരെ പോകാതെ ഞാൻ കാറൊന്ന് വെട്ടിച്ചു. ആരെയൊന്നും ഇടിക്കാതെ, വാഹനങ്ങളിലൊന്നും ഇടിക്കാതെ ഒന്ന് സേഫ് ആകാൻ വേണ്ടി ഞാൻ അത് ചെയ്തത്. പക്ഷെ വന്ന് ഇടിച്ചത് ഈ ഒരു വണ്ടിയിലായിപ്പോയി, ഈ ഒരു ബൈക്കിലായിപ്പോയി. അല്ല സജേട്ടനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം പോയി വണ്ടി ഇടിപ്പിച്ചെന്നാ. ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയാമോ ബ്രേക്ക് തകരാറിലായിരുന്നെന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല. എന്റെ സച്ചേട്ടന് എത്ര ആളുടെ ജീവനാ രക്ഷിച്ചത്. സച്ചേട്ടൻ ഒന്ന് ഓർത്തു നോക്കിയേ. ആ വണ്ടി ഓടുന്ന റോഡിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചു പോയേനെ. ഇതിപ്പം സച്ചേട്ടൻ ജീവൻ രക്ഷിക്കുകയല്ലേ ചെയ്തത്. അതൊക്കെ സച്ചേട്ടൻ പറഞ്ഞില്ലേ? അതല്ല, ഞാൻ അതിനപ്പുറം പറയാൻ നോക്കി. അതൊന്നും കേൾക്കുന്നില്ല. ആ പോലീസുകാരനെ എന്നോടുള്ള വൈരാഗ്യവും
ദേഷ്യമൊക്കെ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സച്ചേട്ട ചെയ്യേണ്ടത്. ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാം. സച്ചേട്ടൻ നിങ്ങൾ വന്നേ. അയ്യോ വേണ്ട രേവതി, നീ പോവണ്ട. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല. അല്ല, അദ്ദേഹം എന്തിനാ എപ്പോഴും ഇങ്ങനെ സച്ചേട്ടന്റെ മെക്കിട്ട് കയറുന്നത്? അഹങ്കാരം, ഈഗോ. അല്ലാതെ പിന്നെ എന്താ? ഞാനാണ് വലിയവൻ, എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരരുത് എന്നൊക്കെ ആ ഒരിതാ. ഞാൻ ചോദ്യം ചെയ്തല്ലോ, വേണ്ട രീതിയിൽ മറുപടിയും കൊടുത്തല്ലോ. അതൊന്നും അയാൾക്ക് ദഹിച്ചിട്ടില്ല. പോലീസുകാരല്ലേ നമ്മള്, മിണ്ടാതെ മിണ്ടാതെ പോകണമായിരുന്നു. എങ്കില് അയാൾ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. ഉം ഇത് ഇതുണ്ടല്ലോ, അധികാരത്തിന്റെ അഹങ്കാരമാ. അത് പിന്നെ എന്താണെങ്കിലും സച്ചേട്ട ഇല്ലാത്തൊരു കാരണം ഉണ്ടാക്കി ലൈസൻസ് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണോ? അദ്ദേഹത്തിനോട് സംസാരിച്ചേ പറ്റൂ. ഞാൻ സംസാരിച്ചോളാം. അയ്യോ നിക്ക് രവതി, വേണ്ടാന്ന് പറഞ്ഞില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ സംസാരിക്കും. എസ് ഐ സാർ അകത്തുണ്ടോ? ഇല്ല, എസ് ഐ സാർ അകത്തില്ല രേവതി. അദ്ദേഹം ഇന്ന് ലീവാ. എന്നോട് നാളെ വരാനാ പറഞ്ഞിരിക്കുന്നത്. നാളെ വന്നിട്ടും കാര്യമൊന്നുമില്ല. അയാള് വാശിയിൽ തന്നെയാ. പോലീസുകാരെല്ലാവരും ഒറ്റക്കെട്ടാ. അവരൊരേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. എല്ലാവരും അരുണിനൊപ്പേ നിൽക്കൂ, ആ പോലീസുകാരനൊപ്പം. അവര് ഇനി എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ പോലീസുകാരന് നല്ല ഇടിയുടെ കുറവാ. ഇടിച്ചവന്റെ വാരിയല് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്ന് സച്ചേട്ട, അങ്ങനെയൊന്നും ചെയ്യാതെ, വെറുതെ പ്രശ്നം കൂട്ടാതെ സച്ചേട്ട. ഈ ദേഷ്യം ഒന്ന് അടക്കി വെക്കേ. അല്ല, അവൻ കരുതി കൂട്ടി ഉപദ്രവിക്കുകയല്ലേ. കാറിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യും രേവതി? നമുക്ക് എന്തെങ്കിലും വേറെ മാർഗമുണ്ടോ? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. വേണ്ട സച്ചേട്ട, സച്ചേട്ടനെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അകത്ത് പോയി സച്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇനിയിപ്പോ സച്ചേട്ടൻ ജയിലിൽ പോകത്തേ ഉള്ളൂ. വേറെ വല്ല കേസും കൂടെ സച്ചേട്ട തലയില് കെട്ടിവെക്കും. കാർ തിരിച്ചു കിട്ടാനും ലൈസൻസ് ക്യാൻസൽ ചെയ്യാതിരിക്കാനും എന്ത് ചെയ്യണമെന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ ആലോചിക്കണം. അല്ലാതെ അദ്ദേഹത്തെ ഇടിക്കാനും ചതയ്ക്കാനും അല്ല സച്ചേട്ട പോകേണ്ടത്. ഇവിടെ എന്തിനാ നമ്മൾ നിൽക്കുന്നത്? സച്ചേട്ടനിങ്ങ് വന്നേ, നമുക്ക് പോകാം. നമുക്ക് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിനെയും കൂട്ടി പോവാം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതിനെയാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രുതി ഓടി വന്നിട്ട്, മീരെ നീ അറിഞ്ഞോ എന്ന് വെച്ചപ്പോഴത്തേക്കും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മീര പറഞ്ഞു, അറിഞ്ഞ് ഞാൻ അറിഞ്ഞു. ദേ ഞാനൊരു കാര്യം പറയാം. ദേ ഒരു കാര്യം ഓർത്തോണം. സച്ചി ആ ബ്രേക്ക് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇടിച്ച് അവന് ഒന്നും സംഭവിക്കാത്തത് നിന്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കോ. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലേ നീയേ അകത്ത് പോയേനെ. ഓ പിന്നെ ബ്രേക്ക് തകരാറാക്കാനാണ് ആന്റണി ഇത് മേടിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. എന്തായാലും നന്നായി. ബ്രേക്ക് പോയിട്ടാണ് ആ പോലീസുകാരന്റെ ബൈക്കിൽ ഇടിച്ചതെന്ന് സച്ചി പറഞ്ഞത് അവര് വിശ്വസിച്ചിട്ടില്ല. അല്ല, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് ആന്റണി, അല്ലാതെ ആരാ? അവന്റെ പേരിൽ കേസെടുക്കും, വണ്ടി വിട്ടും കൊടുക്കത്തില്ല, അവന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഓ രക്ഷപ്പെട്ടു. അങ്ങനെ ആയിട്ടുണ്ട്, എനിക്ക് ആശ്വാസമായി, സന്തോഷമായി. എന്താടി ഇത്? ആ രേവതിക്ക് ഭയങ്കര വിഷമമായി കാണില്ലേ? അറിയാടി, നിനക്ക് അവളോട് സിമ്പതി ഉണ്ടെന്ന് എനിക്ക് അറിയാടി. വേണ്ടാട്ടോ. അവളുടെ ബലം അവനാ, അവന്റെ ബലം അവളാ. അവര് രണ്ടുപേരും എന്നോട് ചെയ്ത് ഒന്നും ഞാൻ മറന്നിട്ടില്ല, ഇനിയൊട്ടും മറക്കാനും പോകുന്നില്ല. എന്തായാലും ആന്റണി കൊടുത്തത് നല്ല പണി തന്നെ. അതിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ശ്രുതി, ബ്രേക്ക് പോയിട്ട് ആക്സിഡന്റ് നടന്നതെന്ന് കണ്ടെത്തിയാൽ അന്വേഷണം നടക്കും. ആ സമയത്ത് നിന്റെ ഈ സന്തോഷം ഉണ്ടാവുമോ? അത് അന്വേഷണം നടന്നാലല്ലേ. അതൊക്കെ അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഞാനിപ്പോ നല്ല ഹാപ്പിയാ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പണി തന്നെയായിരുന്നു അവന് കിട്ടേണ്ടത്. അവനും അവളും എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചതല്ലേ, അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ അരുൺ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേറൊരു പോലീസുകാരനെ ഏൽപ്പിച്ചില്ലേ, ആ പോലീസുകാരൻ വരികയാണ് വണ്ടിയായിട്ട്. അപ്പോഴത്തേക്കും അരുൺ ചോദിച്ചു, എന്താണോ താനീ താമസിച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാളുടെ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ സാറേ ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്നേ. അയ്യോ, ഞാൻ എത്ര പാടുപെട്ടെന്ന് അറിയാമോ ഒന്ന് ഇടിച്ചു നിർത്താനായിട്ട്. ഒരു മണൽക്കൂനയിൽ കൊണ്ടുപോയി ഇടിച്ചപ്പോഴാണ് ഇത് നിന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മെക്കാനിക്കൽ ഉണ്ടായിരുന്നു, ആ മെക്കാനിക്കലാണ് വണ്ടി ശരിയാക്കി എടുത്തോണ്ട് വന്നത്. അപ്പൊ മെക്കാനിക്കലും കൂടി പറയാണ്, അതെ ഇതിന് ബ്രേക്ക് ഇല്ലായിരുന്നു, ഇതാരോ ചെയ്തത് മനഃപൂർവ്വം ചെയ്തതാണ്, ഇതാരോ മനഃപൂർവ്വം ബ്രേക്ക് അഴിച്ചു വിട്ടതാണെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ അയാൾ പറയുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് അകത്ത് നിൽക്കുന്ന
ഈ സമയത്ത് അകത്ത് നിൽക്കുന്ന കുറച്ച് പോലീസുകാരുണ്ടല്ലോ, അവർ കേൾക്കാതിരിക്കാൻ വേണ്ടി അരുൺ തന്ത്രപൂർവ്വം ഈ വണ്ടി എടുത്തുകൊണ്ട് വന്ന പോലീസുകാരനെ വെളിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയുന്നത് കേട്ടോ. കാരണം അകത്ത് നിൽക്കുന്ന പോലീസുകാരന്മാരെല്ലാവരും കൂടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ ഭാഗത്തെ ന്യായം എന്ന് മനസ്സിലാവും. ഇതിൽ ആ മെക്കാനിക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആകെപ്പാടെ നമ്മുടെ അരുൺ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുകയാണ്. സച്ചിയുടെ പേരിൽ കേസ് എടുക്കണമെങ്കിൽ അതിന് ബ്രേക്കില്ല എന്ന്, സച്ചി ഓടിച്ചപ്പോഴും ബ്രേക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല, കേസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും തന്ത്രം ഒപ്പിക്കുമായിരിക്കും അല്ലേ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.